2001 ശേഷം ഒരു കോൺഗ്രസ്സുകാരന് നിയമസഭയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടില്ല. കോൺഗ്രസ്സിന് പ്രസൻറ്റബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ല, വിശ്വാസ്യതയുള്ള നേതാക്കന്മാരില്ല, സംഘടനാ സംവിധാനമാണെങ്കിൽ ആകെ ദുർബലമാണ്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ഏതെങ്കിലും ഒരു സീറ്റ് BJP ജയിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. അതിനുള്ള വളർച്ച BJP ഇതുവരെ നേടിയിട്ടില്ല. പക്ഷേ BJPക്ക് ഈ തീരപ്രദേശത്ത് വളരെ ശക്തമായ പോക്കറ്റുകളുണ്ട്. തൊട്ടടുത്തുള്ള 2 മണ്ഡലങ്ങൾ, ഒന്ന് ബാലുശ്ശേരിയും മറ്റേത് ഏലത്തൂരുമാണ്. രണ്ടും ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളാണ്. അവിടെ UDF മത്സരിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ജയസാധ്യത വളരെ വളരെ കുറവാണ്. വന്യവയോധികനായ മുല്ലപ്പള്ളിക്ക് സീറ്റ് കൊടുത്തില്ല, ഹൈക്കമാൻഡ് കൊടുത്തില്ല, ലോ കമാൻഡ് കൊടുത്തില്ല, ആരും കൊടുത്തില്ല. അങ്ങനെ പ്രവീൺ കുമാർ തിണ്ണമെടുക്കൊണ്ട് ആ സീറ്റ് പിടിച്ചു നിർത്തി അവിടെ മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. കോഴിക്കോട് ജില്ലയിലെ LDFൻ്റെയും UDFൻ്റെയും BJPയുടെ ഒരു ജയാപജയ സാധ്യതകളാണ് ഇവിടെ പരിശോധിക്കുന്നത്. കോഴിക്കോട് ജില്ല പൊതുവേ LDFന് പ്രത്യേകിച്ച് CPMന് വലിയ വളക്കൂറുള്ളൊരു പ്രദേശമാണ്. അത് തീരപ്രദേശത്തും അതുപോലെയാണ്, മലയോര മേഖലയിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ 2 സ്ഥലത്തും LDF പ്രത്യേകിച്ച് CPM ശക്തമായിട്ടുള്ള ഒരു ജില്ലയാണ് കോഴിക്കോട്. അതിൽ തന്നെ പല മണ്ഡലങ്ങളും പണ്ട് കാലത്ത് കോൺഗ്രസ്സുകാർ ജയിച്ചിരുന്നവയാണ്. പക്ഷേ ഇപ്പോൾ ഈ സംഘടനാപരമായ പ്രശ്നങ്ങൾ കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ടും കോൺഗ്രസ് തീരെ ജയിക്കാത്ത ഒരു ജില്ലയായിട്ട് കോഴിക്കോട് മാറിയിരിക്കുന്നു. കോഴിക്കോട് ജില്ലയിൽ നിന്ന് അവസാനമായിട്ട് ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചത് സുജനപാൽ ആയിരിക്കും, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് P. ശങ്കരൻ. ഇതൊക്കെ വളരെ വളരെ പണ്ടാണ്. 2001 ശേഷം ഒരു കോൺഗ്രസ്സുകാരന് നിയമസഭയിലേക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടില്ല. അതേസമയത്ത് പാർലമെൻറ്റിലേക്ക് MK രാഘവൻ വിജയം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ രഹസ്യം എന്താണ് എന്നാലോചിച്ചാൽ, കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ്സിന് പ്രസൻറ്റബിളായിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ല, വിശ്വാസ്യതയുള്ള നേതാക്കന്മാരില്ല, സംഘടനാ സംവിധാനമാണെങ്കിൽ ആകെ ദുർബലമാണ്. കാലാകാലങ്ങളിൽ വരുന്ന DCC പ്രസിഡന്റുമാരെല്ലാവരും കഴിവ് കെട്ടവരാണ്, അല്ലെങ്കിൽ പ്രവൃത്തിയെടുക്കാത്തവരാണ്, പ്രവർത്തകരെ കൂട്ടിവയ്പ്പിച്ച് കൊണ്ടുപോകാൻ കഴിവില്ലാത്തവരാണ് എന്നാണ് ഇതിൻ്റെ സൂചന. ഇത് കേൾക്കുമ്പോൾ കോഴിക്കോട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് എന്നോട് വലിയ അനിഷ്ടം തോന്നാൻ സാധ്യതയുണ്ട്. അനിഷ്ടം തോന്നിയാലും തോന്നിയില്ലെങ്കിലും സത്യം ഇതാണ്. ദീർഘകാലം കോഴിക്കോട് DCC പ്രസിഡൻ്റായിരുന്ന ശ്രീമാൻ T. സിദ്ദിഖ്, അദ്ദേഹം കോഴിക്കോട്ടുകാരനാണ്. അദ്ദേഹത്തിന് മത്സരിക്കാനായിട്ട് പാർലമെൻറ്റിലേക്ക് ചോദിച്ച സീറ്റ് വയനാടാണ്. കോഴിക്കോട്ടോ വടകരയിലോ നിൽക്കാൻ അദ്ദേഹം ധൈര്യപ്പെട്ടില്ല. അതുപോലെ തന്നെ നിയമസഭയ്ക്ക് മത്സരിക്കാൻ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കൊയിലാണ്ടിയിൽ മത്സരിക്കാം, അല്ലെങ്കിൽ പേരാമ്പ്രയിൽ മത്സരിക്കാം, അതുമല്ലെങ്കിൽ കോഴിക്കോട് നോർത്തിൽ മത്സരിക്കാം, എവിടെ വേണമെങ്കിൽ മത്സരിക്കാം. പക്ഷേ പുള്ളി ചോദിച്ച് വാങ്ങിച്ച് പിടിച്ച് മേടിച്ച സീറ്റ് എന്ന് പറയുന്നത് കൽപ്പറ്റയാണ്. കാരണം കോഴിക്കോട് ജില്ലയിൽ എവിടെ നിന്നാലും സിദ്ദിഖ് തൂക്കും. സിദ്ദിഖല്ല ഒരുമാതിരിപ്പെട്ട് ഏത് കോൺഗ്രസ്സുകാരും തൂക്കും. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ സ്ഥാനാർത്ഥികളെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ സീറ്റിലെ ജയാപജയ സാധ്യതകളെക്കുറിച്ചും ആലോചിക്കാൻ. കോഴിക്കോട് നോർത്ത് മണ്ഡലം അത് പണ്ട് കോഴിക്കോട് ഒന്നായിരുന്നു. അന്ന് മുതൽക്ക് മാർക്സിസ്റ്റ് കോട്ടയാണ്. മാർക്സിസ്റ്റുകാർ മാത്രം ജയിച്ചിരുന്ന സീറ്റാണ്. ആ ഇടക്കാലത്ത് നമ്മുടെ സുജനപാൽ 2 പ്രാവശ്യം ജയിച്ചിട്ടുണ്ട് എന്നുള്ള ഒഴിച്ചാൽ. അത് കോഴിക്കോട് 1ാം മണ്ഡലമായിരുന്നപ്പോഴും പിന്നീട് കോഴിക്കോട് നോർത്തായി മാറിയതിന് ശേഷവും CPM ജയിക്കുന്ന സീറ്റാണ്, CPM മാത്രം ജയിക്കുന്ന സീറ്റാണ്. മാത്രമല്ല ഈ പുനർവിഭജനത്തിന് ശേഷം ഇതിൻ്റെ പേര് കോഴിക്കോട് നോർത്ത് എന്നാക്കി മാറ്റുക മാത്രമല്ല, അതിൻ്റെ മാർക്സിസ്റ്റ് സ്വഭാവം വർദ്ധിച്ചിരിക്കണം. അത് മാർക്സിസ്റ്റുകാർക്ക് കൂടുതൽ ശക്തിയുള്ള പ്രദേശങ്ങൾ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവിടെ സിറ്റിംഗ് MLA തോട്ടത്തിൽ രവീന്ദ്രൻ തന്നെ വീണ്ടും ജയിക്കാനാണ് സാധ്യത കാണുന്നത്. പിന്നെ രവീന്ദ്രനെ സംബന്ധിച്ച് വിരോധികൾ വളരെ കുറവാണ്. വലിയ ഒരു തരംഗം ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും ജയസാധ്യത കോഴിക്കോട് നോർത്തിലുള്ളൂ. കോഴിക്കോട് സൗത്തിലെ കാര്യം കുറച്ചുകൂടി വ്യത്യസ്തമാണ്. സൗത്ത് മുമ്പ് 2 മുന്നണികൾ മാറി മാറി ജയിച്ചിരുന്ന മണ്ഡലമാണ്. കോഴിക്കോട് സൗത്തിനെ പ്രതികരിച്ചിട്ടുള്ള ആൾ നമ്മുടെ ഡോക്ടർ MK മുനീറാണ്. മുനീർ മത്സരിക്കുമ്പോൾ അദ്ദേഹം ജയിക്കും, വേറെ ആരെങ്കിലും മത്സരിച്ചാൽ അവർ തൂക്കും. ഇതാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത. ഏതായാലും ഇത്തവണ മുനീർ സാഹിബില്ല, അദ്ദേഹം മത്സരരംഗത്ത് തന്നെ പിന്മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഇവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ വനിതാ സ്ഥാനാർത്ഥി ഇതോടുകൂടിയാണ് LDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം വല്ലാതെ വർദ്ധിച്ചത്. LDF സ്ഥാനാർത്ഥി INLൻ്റെ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള അഹമ്മദ് ദേവർകോവിലാണ്. എതിർ സ്ഥാനാർത്ഥി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഫൈസൽ ബാബുവാണ്. വലിയ മത്സരം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇത്തവണ ആ സീറ്റ് മുസ്ലിം ലീഗ് തിരിച്ചു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റേ തൊട്ടടുത്തുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് ബേപ്പൂരാണ്. ബേപ്പൂർ നമുക്കറിയാം, നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ ഭർത്താവ്
യുവജന നേതാവുമായിരിക്കുന്ന സഖാവ് മുഹമ്മദ് റിയാസാണ് സ്ഥാനാർത്ഥി. ബേപ്പൂര് വലിയ മാർക്സിസ്റ്റ് കോട്ടയാണ്. ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത ഇത് 1977 വലിയ കോൺഗ്രസ് തരംഗത്തിൽ മാത്രമേ CPM കൈവിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഇപ്പോഴും ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ്, CPM സ്ഥാനാർത്ഥികളാണ് ജയിച്ചുകൊണ്ടിരുന്നത്. വളരെ കാലം TK ഹംസയായിരുന്നു. പിന്നീട് VKC മുഹമ്മദ് കോയ ജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റിയാസ് മത്സരിക്കുന്നു. റിയാസ് തന്നെ ജയിക്കാനാണ് സാധ്യത എന്ന് പറയുമ്പോഴും വളരെ ശക്തമായ എതിർപ്പ്, കഠിനമായ എതിർപ്പ് UDF സ്ഥാനാർത്ഥിയായി UDF ലേബലിൽ മത്സരിക്കുന്ന മുൻ നിലമ്പൂർ MLA അൻവർ ഉയർത്തിയിട്ടുണ്ട്. അതിനുപരി അത് BJPക്ക് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും ശക്തിയുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ BJP സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടും ബേപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിരിക്കും. കോഴിക്കോട് നോർത്തിലും സൗത്തിലും BJP ശക്തമാണ്, ബേപ്പൂരിൽ എല്ലായിടത്തേക്കാളും ശക്തമാണ്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ ഏതെങ്കിലും ഒരു സീറ്റ് BJP ജയിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. അതിനുള്ള വളർച്ച BJP ഇതുവരെ നേടിയിട്ടില്ല. പക്ഷേ BJPക്ക് ഈ തീരപ്രദേശത്ത് വളരെ ശക്തമായ പോക്കറ്റുകളുണ്ട്. അത് കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. ഇനി കോഴിക്കോടിൻ്റെ അടുത്ത് മറ്റൊരു സീറ്റ് എന്ന് പറയുന്നത് കുന്ദമംഗലമാണ്. കുന്ദമംഗലം ചിരപുരാതന കാലം മുതൽക്ക് അതൊരു പട്ടികജാതി സംവരണ മണ്ഡലമായിരുന്നു. ബാലം വൈദ്യന് പറ്റുമൊക്കെയാണ് ജയിച്ചത്. അത് ജനറൽ സീറ്റാക്കിയതിന് ശേഷം 2 തവണ മറ്റു ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. നിലവിൽ അവിടുത്തെ അതും ചെറിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് UC രാമൻ. അതിനുശേഷം 2 തവണ ലീഗ് ജയിച്ചെങ്കിൽ ഇപ്പോൾ അത് വീണ്ടും LDFൻ്റെ കയ്യിലാണ്. LDF സ്ഥാനാർത്ഥി PTR റഹീമാണ്. റഹീം തന്നെ വീണ്ടും മത്സരിക്കും. അദ്ദേഹത്തെ എതിർക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. വലിയ മത്സരം ഉണ്ടാവും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ കുന്ദമംഗലം ഇടതുപക്ഷത്ത് ഉറച്ചു നിൽക്കാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. തൊട്ടടുത്തുള്ള സീറ്റ് എന്ന് പറയുന്നത് കുറ്റ്യാടിയാണ്. ബേപ്പൂര് കഴിഞ്ഞാൽ അടുത്തത് കുന്ദമംഗലമാണ്. കുന്ദമംഗലം പണ്ട് മുതലേ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ്. അത് നേരത്തെ സംവരണ മണ്ഡലമായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് 1-2 തവണ അവിടെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. അത് ചെറിയ ഭൂരിപക്ഷത്തിലാണ്. ഇപ്പോൾ ആ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് PTR റഹീമാണ്. അദ്ദേഹം ഇടതുപക്ഷം സ്വതന്ത്രനായിട്ട് മത്സരിക്കും. നാട്ടിൽ വലിയ സ്വാധീനമുള്ള ആളാണ്. അദ്ദേഹത്തെ എതിർക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി റസാഖ് മാസ്റ്ററാണ്. കടുത്ത വെല്ലുവിളിയാണ് റസാഖ് മാസ്റ്റർ അവിടെ ഉയർത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ കോഴിക്കോട് ജില്ലയിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ സംവിധാനം വളരെ ശക്തമാണ്. അവർക്ക് വലിയ ആൾ സ്വാധീനമുണ്ട്. അതുപോലെ പണത്തിനും യാതൊരു ലോഭവുമില്ല. അപ്പോൾ റസാഖ് മാസ്റ്ററെ പോലെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി PTR റഹീമിനെ പോലെ ഒരു മുതിർന്ന നേതാവിനെതിരെ മത്സരിക്കുമ്പോൾ ഫലം ഏറെക്കുറെ പ്രവചനാതീതമാണ്. എങ്കിലും റസാഖ് മാസ്റ്റർ ജയിച്ചാൽ നമ്മൾ അത്ഭുതപ്പെടേണ്ടതായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുന്ദമംഗലത്തോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ് കൊടുവള്ളി. കൊടുവള്ളി പണ്ട് മുതലേ മുസ്ലിം ലീഗിൻ്റെ ഒരു കോട്ടയായിരുന്നു. ഇടക്കാലത്ത് കൊടുവള്ളിയിൽ സീറ്റ് കോൺഗ്രസ്സിൽ K മുരളീധരന് മത്സരിക്കാൻ വിട്ടുകൊടുത്തു. പാവ മുരളീധരൻ കൊടുവള്ളിയിൽ മത്സരിച്ച് തോറ്റുപോയി. ഏറ്റവും അവസാനം ഏറ്റവും അവസാനം അവിടെ നമ്മുടെ ഡോക്ടർ മുനീറിനെ നിർത്തിയിട്ടാണ് സീറ്റ് തിരിച്ചു പിടിച്ചത്. അതിനിടയ്ക്ക് ഒരു തവണ കാരാട്ട് റസാഖ് എന്നൊരു സ്വതന്ത്രൻ കൊടുവള്ളിയിൽ നിന്ന് ജയിക്കേണ്ടത് ഇടതുപക്ഷ ലേബൽ. അത് ചെറിയ ഭൂരിപക്ഷത്തിലാണ്. മുനീർ വലിയ യുദ്ധം നടത്തിയിട്ടാണ് ആ സീറ്റ് പാർട്ടിക്ക് വേണ്ടി തിരിച്ചു പിടിച്ചത്. ഇത്തവണ മുനീർ രംഗത്തില്ല. അവിടെ വീണ്ടും ലീഗിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. വലിയ മത്സരത്തിലേക്ക് തന്നെയാണ് കൊടുവള്ളി പോകുന്നത്. കൊടുവള്ളിക്ക് അപ്പുറം എന്ന് പറയുന്നത് കുടിയേറ്റ മേഖലയാണ്. തിരുവമ്പാടി സീറ്റ്. തിരുവമ്പാടിയിൽ LDFൻ്റെ സ്ഥാനാർത്ഥി CPMൻ്റെ ലിൻഡോ ആണ് അവിടുത്തെ സിറ്റിംഗ് MLA. ഇവിടെ ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് കാസിം മത്സരിക്കും. വലിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് തിരുവമ്പാടി. തിരുവമ്പാടിയിലെ മത്സരത്തിന് ഒരു സാമുദായിക സ്വഭാവം കൂടിയുണ്ട്. കുരിശൂഥം എന്ന് വേണമെങ്കിൽ പറയാം. പള്ളിയുടെ പട്ടക്കാരൻ്റെ പിന്തുണ ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്. സമുദായങ്ങളുടെ പിന്തുണ ലീഗിനാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് രണ്ടിലും പെടാത്ത ഒരു വിഭാഗമുണ്ട്. അവരുടെ വോട്ടാണ് ഇതിൽ നിർണ്ണയിക്കുക. ലിൻഡോയെക്കുറിച്ച് പൊതുവേ നല്ല അഭിപ്രായമുണ്ട്. അദ്ദേഹം മതേതര പ്രതിച്ഛായയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. നാട്ടിൽ പൊതുവെ സ്വീകാര്യനാണ്. വലിയ മത്സരം ഉണ്ടെങ്കിൽ പോലും ആ സീറ്റ് ലിൻഡോ നിലനിർത്തും എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. തൊട്ടടുത്തുള്ള 2 മണ്ഡലങ്ങൾ, ഒന്ന് ബാലുശ്ശേരിയും മറ്റേത് ഏലത്തൂരുമാണ്. രണ്ടും ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലങ്ങളാണ്. അവിടെ UDFകാർ മത്സരിക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ജയസാധ്യത വളരെ വളരെ കുറവാണ്. ബാലുശ്ശേരിയിലെ സിറ്റിംഗ് MLA നമുക്ക് ഏവർക്ക് സുപരിചിതനായ യുവ നേതാവ് സച്ചിൻ ദേവാണ്. സച്ചിൻ ദേവ് വീണ്ടും മത്സരിക്കുന്നു. അദ്ദേഹം ജയിക്കാൻ തന്നെയാണ് സാധ്യത കാണുന്നത്. എലത്തൂരിനെ സംബന്ധിച്ചിടത്തോളം എലത്തൂർ സീറ്റ് മാർക്സിസ്റ്റുകാർ ഇഷ്ടദാനമായിട്ട് കോൺഗ്രസ് എസിന് കൊടുത്താണ്. കോൺഗ്രസ് എസ് പിന്നെ NCP ആയി. അപ്പോൾ NCPയുടെ സീറ്റായിട്ട് മാറി. അവിടെ ഷൺമുഖദാസ് ആയിരുന്നു വളരെ കാലം. ഷൺമുഖദാസ് മാറി ആ സീറ്റ്
നമ്മുടെ AK ശശീന്ദ്രനാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ശശീന്ദ്രന് ഒരുപാട് പ്രായമായി. ഈ കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല ഓമനെ അടങ്ങുകില്ല എന്ന പാട്ട് നമ്മൾ ഓർക്കുന്നത് ശശീന്ദ്രനെ കാണുമ്പോഴാണ്. അദ്ദേഹം MLA ആയിരുന്നിട്ടേ മരിക്കുകയുള്ളൂ എന്ന് എന്തോ ശപഥമോ നേർച്ചയോ പ്രതിജ്ഞയോ ഏതാണ്ട്. അതുകൊണ്ട് പുള്ളി വീണ്ടും മത്സരിക്കുന്നു. NCPയിൽ ആകെ 4, 3, 6 ആളേ ഉള്ളൂ. എങ്കിലും അതിൽ 6-ൽ 5 പേരും പുള്ളിക്കെതിരാണ്. മുക്കം മുഹമ്മദ് എന്ന് പറഞ്ഞ അവരുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻറ്റ് ഇദ്ദേഹത്തെ മാറ്റണം, അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല. ഈ സീറ്റിൽ, എലത്തൂർ സീറ്റിൽ ഒരു ഈഴവൻ മത്സരിച്ചാലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് ഈഴവനായിട്ട് വേറെ ആരും പാർട്ടിയിലില്ല. അത് ശശീന്ദ്രനാണ്, ശശീന്ദ്രൻ തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞ് ശശീന്ദ്രൻ ശാഠ്യം പിടിച്ച് ആ സീറ്റിൽ മത്സരിക്കുകയാണ്. മണ്ഡലം എലത്തൂരായതുകൊണ്ട് ശശീന്ദ്രൻ വീണ്ടും ജയിക്കും എന്നാണ് നമുക്ക് വിചാരിക്കാൻ പറ്റുള്ളൂ. കാരണം മറിച്ചൊരു സാധ്യത വളരെ വിദൂരമാണ്. കോഴിക്കോട് ജില്ലയിൽ ഇനി അവശേഷിക്കുന്നത് വടകര പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള 5 മണ്ഡലങ്ങളാണ്. ഈ 5 മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ CPMകാർക്ക് മേൽക്കൈയുള്ള പ്രദേശങ്ങളാണ്. അതേസമയത്ത് തന്നെ മുസ്ലിം ലീഗിനും വളരെ ശക്തിയുള്ള പല പോക്കറ്റുകളും അതിനകത്തുണ്ട്. ഇതിൽ ഒന്നാമത്തെ മണ്ഡലം വടകര തന്നെയാണ്. വടകര കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം സോഷ്യലിസ്റ്റുകളുള്ളൊരു മണ്ഡലമാണ്. ആ സീറ്റിൽ മത്സരിക്കുന്നത് ജനതാദളിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ്. ആ എതിരെ മത്സരിക്കുന്നത് അവർക്കും പ്രിയങ്കരിയായ KK രമയാണ്. രമയെ തോൽപ്പിക്കേണ്ടത് CPMൻ്റെ ഒരു ആവശ്യമാണ്. കേരളത്തിൽ CPMകാർ ജയിക്കണം, LDF ജയിക്കണം എന്നാഗ്രഹിക്കുന്ന വാശി പിടിക്കുന്ന ഒരു മണ്ഡലമുണ്ടെങ്കിൽ അത് വടകരയായിരിക്കും. കാരണം അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് രമയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രമ തന്നെ വീണ്ടും ജയിക്കാനാണ് ഞാൻ നോക്കിയിട്ട് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്. അടുത്ത മണ്ഡലമാണ് കൊയിലാണ്ടി. കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാർ പണ്ട് സ്ഥിരമായിട്ട് ജയിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറേ കാലമായിട്ട് കോൺഗ്രസ് ജയിക്കുന്നില്ല. ഇത്തവണ ഭാഗ്യം പരീക്ഷിക്കുന്ന DCC പ്രസിഡന്റ് പ്രവീൺ കുമാറാണ്. നമ്മുടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കാൻ ഓങ്ങി വെച്ച സീറ്റാണ്. പക്ഷേ വന്യവയോധികനായ മുല്ലപ്പള്ളിക്ക് സീറ്റ് കൊടുത്തില്ല, ഹൈക്കമാൻഡ് കൊടുത്തില്ല, ലോ കമാൻഡ് കൊടുത്തില്ല, ആരും കൊടുത്തില്ല. അങ്ങനെ പ്രവീൺ കുമാർ തിണ്ണമെടുക്കൊണ്ട് ആ സീറ്റ് പിടിച്ചു നിർത്തി അവിടെ മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് ജയിക്കാൻ പറ്റുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം സീറ്റിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കുറ്റ്യാടി സീറ്റ്, കുറ്റ്യാടി ഈ പറഞ്ഞ പോലെ മാർക്സിസ്റ്റ് കോട്ടയായിരുന്നു. പക്ഷേ ഒരു തവണ അവിടെ പാറക്കൽ അബ്ദുള്ള ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. കഴിഞ്ഞ തവണ CPM ആ സീറ്റ് തിരിച്ചു പിടിച്ചു. ഇത്തവണ പാറക്കൽ അബ്ദുള്ള വീണ്ടും അംഗം കുറിച്ചിരിക്കുകയാണ്. കുറ്റ്യാടിയിലെ പാറക്കെട്ടുകൾക്കിടയിൽ അല്ലെങ്കിൽ മലമ്പ്രദേശത്തൊക്കെ ലീഗിൻ്റെ പച്ചക്കൊടിയാണോ CPMൻ്റെ ചെങ്കൊടിയാണോ പാറുക എന്നുള്ള കാര്യം നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞതിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ. ഏതായാലും വലിയ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് കുറ്റ്യാടി. കുറ്റ്യാടി പോലെ തന്നെ CPMന് വലിയ പ്രാമുഖ്യമുള്ളൊരു മണ്ഡലമാണ് പേരാമ്പ്ര. പേരാമ്പ്രയിൽ മുമ്പ് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. കേരള കോൺഗ്രസിന് കഴിഞ്ഞ തവണയും ഈ സീറ്റ് CPM പതിച്ചു കൊടുത്തു, പിന്നെ അവർ തിരിച്ചെടുത്തു. തൊട്ടടുത്തുള്ള മറ്റൊരു മണ്ഡലം പേരാമ്പ്രയാണ്. പേരാമ്പ്രയും ഈ പറഞ്ഞ പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കോട്ടയാണ്. അവിടെ മത്സരിക്കുന്നത് TP രാമകൃഷ്ണൻ, മുൻ മന്ത്രിയും LDF കൺവീനറുമായിരിക്കുന്ന TP രാമകൃഷ്ണൻ. രാമകൃഷ്ണനെതിരെ അംഗം കുറിച്ചിട്ടുള്ളത് ഒരു പെൺപുലിയാണ്, മുസ്ലിം ലീഗിൻ്റെ ഫാത്തിമ തഹ്ലിയ അവിടെ വലിയൊരു തരംഗം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ രാമകൃഷ്ണൻ തോൽപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇനി അവശേഷിക്കുന്ന മണ്ഡലം എന്ന് പറയുന്നത് നാദാപുരമാണ്. നാദാപുരത്തിൻ്റെ പ്രത്യേകത CPM മുസ്ലിം ലീഗ് സംഘടനകൾക്ക് കുപ്രസിദ്ധി ആർജിച്ച ഒരു പ്രദേശം എന്ന രീതിയിലാണ്. നാദാപുരവും കുറ്റ്യാടിയും മേപ്പയ്യൂരും ഒക്കെ ഒരു കാലത്ത് ഇങ്ങനെ രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലുകൾക്ക് കുപ്രസിദ്ധമായിരുന്നു. ഇപ്പോൾ ദൈവവിരുദ്ധം കൊണ്ട് അങ്ങനെ വലിയ അക്രമ സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നില്ല കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്. ഇത്തവണ നാദാപുരത്ത് മത്സരിക്കുന്നു. നാദാപുരം CPIക്ക് അനുവദിച്ചിട്ടുള്ളൊരു സീറ്റാണ്. അവിടെ നേരത്തെ EK വിജയനായിരുന്നു, അതിനു മുമ്പ് ബിനോയ് വിശ്വമായിരുന്നു, അതിനു മുമ്പ് സത്യൻ മൊകേരിയായിരുന്നു, അതിനു മുമ്പ് KT കണാരനായിരുന്നു. അങ്ങനെ ഏത് കാലത്തും CPI സ്ഥാനാർത്ഥികൾ മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് സത്യൻ മൊകേരിയുടെ സഹധർമ്മിണിയായിരിക്കുന്ന P വസന്തമാണ്. വസന്തം ഈ CPIയുടെ വനിതാ വിഭാഗം നേതാവാണ്, നാട്ടുകാരിയാണ്. അവിടെ വലിയ പരിചിത വലയം ഉള്ള ആളാണ്. അവരെ എതിർക്കുന്നത് KSUവിൻ്റെ മുൻ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് നേതാവായിട്ടുള്ള KM അഭിജിത്താണ്. അഭിജിത്ത് നേരത്തെ ഒരിക്കൽ കോഴിക്കോട്ട് മത്സരിച്ച് തോറ്റുപോയ ആളാണ്. ഇത്തവണ മാറ്റി പിടിച്ചിരിക്കുകയാണ് നാദാപുരത്തേക്ക്. വലിയ അത്ഭുതമൊന്നും അഭിജിത്തിനുണ്ടാക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ മുസ്ലിം ലീഗുകാർ വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുകയും മറ്റെന്തെങ്കിലും ഘടകങ്ങൾ അവിടെ വർക്കൗട്ട് ആവുകയും ചെയ്താൽ മാത്രമേ CPI സ്ഥാനാർത്ഥി തോൽക്കാനുള്ള സാധ്യതയുള്ളൂ. അത് വളരെ വിദൂരമാണ് എന്ന് തോന്നുന്നു.